മേരുവിൻ്റെ പാദസരം അധ്യായം 2. നേരം സന്ധ്യയോടടുക്കുന്നു. കാറ്റു വരഞ്ഞ ചിത്രങ്ങൾ ആസ്വദിച്ച് സൂര്യബിംബം ചക്രവാളത്തിലേക്ക് ചായുന്നു. ഒപ്പം തനിക്ക് അഭിമുഖമായി നിന്ന വ്യക്തിയെയും അയാളുടെ നിഴലിനെയും കണ്ണാലൊഴിയുന്നു. സർവേശ്വര, അടുത്തൊരു നല്ല പകലിനായി പോയി വരിക. ആ നിഴലിൻ്റെ ഉടമസ്ഥൻ കണ്ണുകൾ പൂട്ടി പ്രാർത്ഥിക്കുന്നു. പരസ്പരം നമസ്കരിച്ച് സൂര്യദേവനും ആ വ്യക്തിത്വവും പിരിയുന്നു. 6 അടി പൊക്കമുള്ള ആജാനുബാഹുവായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പഞ്ഞിക്കെട്ട് പോലുള്ള താടിയിൽ കാറ്റ് ഒളിച്ചു കളിച്ചു. വളരെ സൗമ്യമായ മുഖപ്രകൃതമുള്ള അദ്ദേഹത്തെ കണ്ടാൽ സാക്ഷാൽ ബ്രഹ്മദേവനോ വസിഷ്ഠ മഹർഷിയോ മഹാനായ പ്രവാചകനോ ആണെന്ന് തോന്നിയാൽ പോലും വിരോധമില്ല. കാരണം അത്രയ്ക്കുണ്ട് ആ മുഖ തേജസ്. ചുരുങ്ങിയ പക്ഷം അദ്ദേഹം ആൽബറൂനിയോ വരാഹമിഹിരനോ ഹ്യുവാൻസാങ്ങിനോ തുല്യൻ. കാരണം മറ്റൊന്നല്ല, എല്ലാ മതങ്ങളിലും അഭിജ്ഞനാണ് അദ്ദേഹം. വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം വ്യാഖ്യാനമുൾപ്പെടെ കാണാപ്പാഠമാണ് അദ്ദേഹത്തിന്. പോരാത്തതിന് ജ്യോതിഷവും വൈദ്യവും നന്നായി കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഇളം തവിട്ട് നിറത്തിലുള്ള അംഗരാഖയും വെളുത്ത ധോത്തിയും പകടിയും ആ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്നു. അദ്ദേഹത്തിൻ്റെ മുഖപ്രസാദം ആ കുടിലിലും ആ പ്രദേശത്തുമാകെ പരക്കുന്നു. സപ്തതിയുടെ നിറവിലും അരോഗദൃഢഗാത്രനും കർമ്മകുശലനുമാണ് അദ്ദേഹം. സ്വന്തമായി തൂത്തു വൃത്തിയാക്കിയ മുറ്റം കടന്നാൽ മനോഹരമായൊരു താഴികക്കുടം കമഴ്ത്തി വച്ചിരിക്കുകയാണെന്ന് തോന്നും അദ്ദേഹത്തിൻ്റെ കുടിൽ കണ്ടാൽ. വെട്ടുകല്ലുകൊണ്ട് കെട്ടിയ ഭിത്തിയിൽ വെള്ള കുമ്മായം പൂശിയിരിക്കുന്നു. മുൻഭാഗവും വാതിലും ചില ചിത്രപ്പണികൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. വിവിധ മതങ്ങളിലെ ആത്മീയ ചിഹ്നങ്ങളും അതിലുണ്ട്. ഉള്ളിലേക്ക് കടന്നാൽ മൺതറ ചാണകം മെഴുകി വൃത്തിയാക്കിയിരിക്കുന്നു. ഭിത്തിയിൽ 2 കല്ലലമാരകളും അവയിൽ ഒട്ടനേകം ഗ്രന്ഥങ്ങളുമുണ്ട്. അകത്തെ മുറിയിലെ ഒരു കോൺ അടുക്കളയാണ്. താഴെ കല്ലടുപ്പും പാത്രങ്ങളും, അടുപ്പിന് ചാരെ ഭിത്തിയിലെ അലമാരത്തട്ടുകളിൽ എന്തൊക്കെയോ സാധനങ്ങൾ. ഒരു ചൈനാഭരണി നിറയെ ഈന്തപ്പഴം നിറച്ചു വച്ചിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിൽ ഉണങ്ങിയ മത്സ്യം, മറ്റൊന്നിൽ തുവര. അങ്ങനെ എല്ലാ അവശ്യ വസ്തുക്കളും നല്ല അടുക്കും ചിട്ടയുമായി ക്രമീകരിച്ചിരിക്കുന്നു. അരയാൾ പൊക്കമുള്ള ഒരു പഴയ ചെമ്പുപാത്രം നിറയെ മുഴുത്ത ഗോതമ്പാണ്. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ട ഭക്ഷണമായിരിക്കാം. കൂട്ടിന് കാപ്പിപ്പൊടി, തേയില, പഞ്ചസാര, ഉണങ്ങിയ തുളസിയില, പുകയില, ചുണ്ണാമ്പ്, വെറ്റില, അടയ്ക്ക. അദ്ദേഹം താമ്പൂലവും ഇഷ്ടപ്പെടുന്നുണ്ടാകാം. എന്തായാലും ആ കുടിലും ആ പ്രദേശവും ഹീര എന്നാണ് അറിയപ്പെടുന്നത്. തണുത്ത നിശകളിൽ നിന്ന് ബ്രാഹ്മമുഹൂർത്തത്തിലേക്കുണരുന്ന അദ്ദേഹം അടുത്ത പൊയ്കയിൽ സ്നാനം ചെയ്ത് അന്നത്തെ ശുദ്ധജലവും ശേഖരിച്ച് മടങ്ങിയെത്തുന്നു. കുറച്ചകലെ അഖാര എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ ആടുമാടുകളെ കറക്കുന്ന സമയമാണത്. പതുക്കെ ഉദയസൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി കിഴക്കോട്ട് അഖാര വരെയുള്ള നടത്തം. അതിലാണ് ആ ആരോഗ്യത്തിൻ്റെ രഹസ്യം അത്രയുമെന്ന് അഖാരയിലെ ജനങ്ങൾ എപ്പോഴും പറയാറുണ്ട്. 3-4 കിലോമീറ്റർ നടന്നെത്തി 1 ലിറ്റർ ആട്ടിൻപാൽ കുടിക്കുക അദ്ദേഹത്തിന് ജീവവായു പോലെ പ്രധാനമാണ്. ഗാന്ധിജിയെ അനുസ്മരിപ്പിക്കുന്ന ഒരു സ്വഭാവം. ചിലപ്പോൾ സുഹൃത്തുക്കൾ നൽകുന്ന ഭക്ഷണവും കഴിക്കാറുണ്ട്. അഖാരയിലേക്കുള്ള പോക്ക് സാവധാനമാണെങ്കിലും തിരിച്ചുള്ള മടക്കം വേഗത്തിലാണ്. തിരിച്ചെത്തി കുറേ നേരം പല പല പുസ്തകങ്ങൾ വായിക്കും. മുറ്റത്തെ കൽപീഠത്തിലിരുന്നാണ് വായന. ചിലപ്പോൾ ചിലവ കുറിച്ചു വയ്ക്കുന്നതും കാണാം. അതുവഴി അനാദിയായി കടന്നു പോകുന്നവരോട് കുശലം പറയാനും മടിക്കില്ല. വായനയും എഴുത്തും മടുക്കുമ്പോൾ പനം പായകൾ ഉണ്ടാക്കുന്ന ജോലിയിൽ വ്യാപൃതനാകും. ചിലപ്പോഴൊക്കെ ഗ്രാമത്തിൽ നിന്നും ആളുകൾ വന്ന് പനമ്പായകൾ വാങ്ങിക്കൊണ്ടുപോകും. ഇടയ്ക്കിടെ സ്വന്തം കൂര മേയാനും അവ ഉപകരിക്കും. ചില്ലറ പൈസകൾ കൊടുത്താണ് ഈ പനമ്പായകൾ കൊണ്ടുപോവുക. അദ്ദേഹത്തിൻ്റെ വരുമാനം മതഗ്രന്ഥങ്ങൾ പഠിക്കാൻ വരുന്ന കുട്ടികൾ നൽകുന്നതും മതപ്രഭാഷണത്തിന് അദ്ദേഹത്തിന് ലഭിക്കുന്നതുമാണ്. ചിലപ്പോൾ ഗ്രാമത്തിൽ നിന്നും ഗോതമ്പ് പ്രഭാഷണത്തിന് പ്രതിഫലമായി കൊടുക്കാറുണ്ട്.
ഇങ്ങനെ കാലക്ഷേപം ചെയ്യുന്നതിൽ ഇതുവരെ ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് നേരിട്ടിട്ടില്ല. ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നതാണ് കൗതുകം. വല്ലപ്പോഴുമേ റൊട്ടി ഉണ്ടാക്കൂ. വലിയ ഗോതമ്പ് നുറുക്കും തുവരയും ഉണങ്ങിയ മീൻ കഷ്ണങ്ങളും കുറച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളും ചേർത്തൊരു ഭക്ഷണം. ഇന്നത്തെ ആളുകൾ ചിക്കൻ ബിരിയാണി കഴിക്കുന്ന സ്വാദോടെ അത് ബൈരാജൻ ഭക്ഷിക്കുന്നത് കാണാൻ രസമാണ്. അപ്പോൾ ഭംഗിയിലിളകുന്ന വെള്ളത്താടിയും. കുറച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം വിശ്രമം. പിന്നീട് എഴുന്നേറ്റ് നേരെ വടക്കോട്ട് നടക്കുകയായി. ഏകദേശം 5-6 കിലോമീറ്റർ നടക്കണം. ഇടയ്ക്കിടെ കാണുന്ന ഖജൂർ പനകളുടെ കായകൾ ശേഖരിച്ചും പ്ലാശ് പോലുള്ള ചെടികളുടെ പൂക്കൾ ശേഖരിച്ചും ദൂരെ കാണുന്ന ഒറ്റമുറി കുടിലിലേക്ക് അദ്ദേഹം ചെന്ന് കയറും. ഇത് അദ്ദേഹത്തിൻ്റെ ഔഷധശാലയാണ്. അനാദിയായി എത്തുന്ന രോഗികളെ ഇവിടെ വച്ചാണ് അദ്ദേഹം ചികിത്സിക്കാറ്. ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ രോഗികൾ അദ്ദേഹത്തെ ഇവിടേക്ക് നയിക്കുന്നു. മിക്കവരും പട്ടണത്തിലെ ആധുനിക ആശുപത്രിയിലേക്കാണ് പോകുക. ശീതക്കാറ്റും മങ്ങിയ അരുണാഭയും ചേർന്ന സായന്തനങ്ങൾ എപ്പോഴും ശബ്ദമുഖരിതമാണ്. ഗ്രന്ഥ പഠനത്തിനുള്ള കുട്ടികൾ വൈകുന്നേരമാണ് എത്തുക. അവരുടെ മടക്കത്തോടെ പല പൊതുജനങ്ങൾ പല സംശയങ്ങളുമായി എത്തുന്നു. എല്ലാ ജാതി മതസ്ഥരും ആ മുറ്റത്ത് താവളമടിക്കാറുണ്ട്. ഇതൊന്നും പോരാതെ എരണ്ടപ്പക്ഷികളെ പോലെ എത്തുന്ന ദേശാടനക്കാരും തണുപ്പ് കാലത്ത് ബൈരാജാൻ്റെ കുടിലിലുണ്ടാകും. രാത്രി ഏറെ ചെല്ലുന്നതുവരെ പനവിശറികളുടെ മിനുക്കുപണിയിലായിരിക്കും. ക്ഷീണിക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ ബാക്കി കഴിച്ച് മെത്തയും തലയിണയും കൂട്ടാക്കി അദ്ദേഹം നിദ്രയിലേക്ക് ചായുന്നു. പ്രപഞ്ച സത്യങ്ങളെ ധ്യാനിച്ചുറങ്ങുന്ന അദ്ദേഹം പൂർവാധിക ഉന്മേഷത്തോടെ അടുത്ത പ്രഭാതത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കും. ഈ യോഗിവര്യൻ്റെ അടുത്തേക്കുള്ള യാത്രയിലാണ് നമ്മുടെ സാദിഖും ഹുനാഫും.